ഞാൻ കുറച്ച് സീരിയസ് ആണേ. എന്താ കാര്യം? എനിക്കൊരു മന്ത്രിയാണ്. ചില്ലറാഗ്രഹമൊന്നല്ല കുട്ടിക്ക്. നമുക്ക് കൂട്ടിയെ കൂടുതൽ പോരെ? കഷ്ടപ്പാടാണ്, സമരമുണ്ട്, രാഷ്ട്രീയം പിന്നല്ല തെരഞ്ഞെടുപ്പ് വേണോ? എന്തായാലും കുട്ടീനെ തളർത്തിക്കളയണ്ട. നമുക്കിന്ന് ജൻസി മാനിഫെസ്റ്റോയിൽ ആരാ? ഒരു മന്ത്രിയാ. അപ്പൊ നമുക്കൊന്ന് സെറ്റാക്കിയാലോ? പോവാം. വെൽക്കം ടു ജെൻസി മാനിഫെസ്റ്റോ. അപ്പൊ ശ്രീനിധി, ഇന്ന് ആരാണ് നമ്മുടെ കൂടെ ഉള്ളത്? എടാ, ഇന്ന് നമ്മുടെ കൂടെ കളമശ്ശേരിയുടെ കളം പിടിക്കണം എന്ന് പറഞ്ഞ് ഇറങ്ങി തിരിഞ്ഞൊരാളാ. ആളാരെന്ന് ആർക്കെങ്കിലും ഒരു ധാരണയുണ്ടോ? ശ്രീനിധി കളമശ്ശേരിയുടെ കാര്യം പറഞ്ഞപ്പോഴാണ് നമ്മളിങ്ങോട്ട് വരുന്ന സമയത്ത് ഈ ചുമര് മുഴുവൻ പോസ്റ്ററുകളായിരുന്നു. അപ്പോൾ ഒരു മന്ത്രിയൊക്കെ കിട്ടിയാൽ നമ്മുടെ ഒരു വൈബിന് വരുമോ, അല്ലെങ്കിൽ ഒരു മന്ത്രി വന്ന് എന്തായിരിക്കും? നമുക്കൊരു ടെൻഷൻ ഉണ്ടാവും അല്ലേ? മന്ത്രി വന്ന് എന്തായിരിക്കും തന്നെയാ? കൂടുതൽ പറഞ്ഞ് ചളാക്കണ്ട. നമ്മളൊപ്പം ജെൻസി മാനിഫെസ്റ്റോയിൽ വേറെ ആരും വല്ല നമ്മുടെ ഒരു മന്ത്രി ഉണ്ട്. സ്വന്തം അപ്പൊ മിനിസ്റ്ററെ, വീണ്ടും കളമശ്ശേരിയിൽ കളം പിടിക്കാനായിട്ട് ഇറങ്ങിയിരിക്കുകയാണ്. എന്തായി കാര്യങ്ങളൊക്കെ? കളമശ്ശേരി കളറാണല്ലോ. അതെ, കളമശ്ശേരിയുടെ ഒപ്പമാണ് നമ്മുടെ ടാഗ് ലൈൻ. ഒപ്പം എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും ഒപ്പം, എല്ലാ മേഖലയ്ക്കൊപ്പം. 5 വർഷത്തെ ടാഗ് ലൈനാണ് ഒപ്പം. അപ്പോൾ ഇതുവരെ കളമശ്ശേരിക്കാർക്കൊപ്പം, തെരഞ്ഞെടുപ്പിൽ കളമശ്ശേരി നമുക്കൊപ്പം. ഇതാണ് അതിൻ്റെ ഒരു ലൈൻ. എന്തായി പ്രചരണങ്ങളും കാര്യങ്ങളൊക്കെ? പ്രചരണം നന്നായിട്ട് തന്നെ മുന്നോട്ട് പോകുന്നുണ്ട്. പിന്നെ 5 വർഷവും ഇവിടെ തന്നെയാണല്ലോ, അതുകൊണ്ട് അതെല്ലാം ഒരു തുടർച്ചയുള്ള പരിചയം. അതുകൊണ്ട് പുതിയ ഒരു അനുഭവം എന്ന നിലയിലല്ല, ഇവിടുത്തെ തന്നെ പ്രവർത്തനങ്ങൾ അങ്ങനെ തുടർന്നുകൊണ്ടേയിരിക്കുന്നു തെരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട്. ഇപ്പോൾ കളമശ്ശേരിയുടെ ഒരു പ്രത്യേകത എന്ന് പറയുന്നത് കാലാകാലങ്ങളായിട്ട് അത് ചില ആൾക്കാരുടെ മാത്രം കുത്തകയായിരിക്കുന്നതാണ്. ഒരു കുത്തകയായിരുന്നു. തീർച്ചയായും. അപ്പോൾ ഇത്തവണ നോക്കുമ്പോൾ അതൊരു അഭിമാന പ്രശ്നമായിട്ട് തോന്നുന്നുണ്ടോ? കാരണം വെച്ചാൽ ഇത്തവണ നമുക്കത് പിടിച്ചേ പറ്റൂന്നാണെങ്കിൽ മറ്റൊരു പക്ഷത്ത് അത് തിരിച്ചു പിടിക്കണം എന്നുള്ളൊരു കാര്യം. വർഷം നമ്മൾ കഴിഞ്ഞ തവണ നമ്മൾ പിടിച്ചെടുത്തതാണ്. അത് ഇത്തവണ പക്ഷേ ജനങ്ങൾ ഇപ്പോൾ ജയിച്ചു കഴിഞ്ഞാൽ ജനപ്രതിനിധി എല്ലാവരുടെയാണ്. അതാണ് 5 വർഷത്തെ അനുഭവം. മത്സരിക്കുമ്പോൾ മുന്നണിയുടെ സ്ഥാനാർത്ഥി ജയിച്ചു കഴിഞ്ഞാൽ തോൽപ്പിക്കാൻ ശ്രമിച്ചവർക്കായാലും ഒറ്റ പ്രതിനിധി ഉണ്ടാവുള്ളൂ. അങ്ങനെ 5 കൊല്ലം പ്രവർത്തിച്ചതുകൊണ്ട് ഇത്തവണ എനിക്ക് തോന്നുന്നു കഴിഞ്ഞ തവണത്തേക്കാൾ കൂടുതൽ കക്ഷി രാഷ്ട്രീയത്തിന് അതീതമായി പിന്തുണയുണ്ടാകും. മിനിസ്റ്റർ, ഈ തെരഞ്ഞെടുപ്പിന്റെ ആദ്യത്തെ ഒരു ടാഗ് ലൈൻ ഉണ്ടായിരുന്നു, LDF വരും എല്ലാം ശരിയാകും. പിന്നീട് മറ്റാരുണ്ട് LDF അല്ലാതെ. അപ്പോൾ ഇനി മിനിസ്റ്റർ ഇനിയിപ്പോൾ ഈ അടുത്ത ഭരണം കയറുകയാണെങ്കിൽ അതിൽ ആത്മവിശ്വാസം ഉണ്ടെങ്കിൽ ഇനി എന്ത് ചെയ്യാനുണ്ട് LDF എന്നൊരു ടാഗ് ലൈനിലേക്ക് എത്തുമോ? ഇപ്പോഴെന്തെങ്കിലും ചെയ്യാനുണ്ടാവും. നമ്മൾ പുതിയ തലമുറയുടെ പ്രശ്നങ്ങൾ, ഇപ്പോൾ നിങ്ങൾ ജെൻസി അല്ലേ, ഇപ്പോൾ നമ്മൾ കളമശ്ശേരിയിൽ തുടങ്ങിയിരിക്കുന്ന പുതിയത് ഇന്നോവേഷൻ സോണാണ്. പുതിയ സ്വപ്നങ്ങളുണ്ടെങ്കിൽ നേരെ അങ്ങ് വന്നാൽ മതി. നമ്മൾ കിഫ്ബി ഫണ്ട് ഉപയോഗിച്ച് അതിൻ്റെ നിർമ്മാണം എല്ലാം കഴിഞ്ഞ് പ്രവർത്തനം ആരംഭിച്ചു കഴിഞ്ഞു. അതേപോലെ തന്നെ ജെൻസിക്ക് പറ്റുന്നതാണ് ഗ്രഫീൻ അറോറ സെൻറ്റർ നമ്മളിപ്പോൾ തുടങ്ങിയിട്ടുണ്ട് ഭാവിയിൽ. അപ്പോൾ അങ്ങനെയുള്ള പുതിയ കാര്യങ്ങളാണ്. ഇപ്പോൾ നമ്മൾ നേരത്തെ കാണാത്ത പലതും പുതിയത് വരാനല്ലേ, അപ്പോൾ ചെയ്യാൻ എന്തെങ്കിലും എപ്പോഴും ബാക്കിയുണ്ടാവും. അപ്പോൾ ഞങ്ങൾ ജെൻസിക്കൊപ്പം ആയിരിക്കുമോ? ജെൻസിയുടെ എല്ലാ പ്രശ്നങ്ങളും നമ്മൾ എല്ലാവരും കൂടിയാണല്ലോ അഡ്രസ്സ് ചെയ്യുക. പിന്നെ ഞാൻ പറഞ്ഞ കളമശ്ശേരി തന്നെ ഇപ്പോൾ സ്കിൽ ഡെവലപ്മെൻറ്റ് സെൻറ്റർ നമ്മളിപ്പോൾ BPCയിലുമായി ചേർന്ന് കംപ്ലീറ്റ് ഫ്രീ ആണ്. മെറിറ്റോറിയസ് ആയിട്ടായിരിക്കും സെലക്ഷൻ. കിട്ടിക്കഴിഞ്ഞാൽ അക്കോമഡേഷൻ ഫ്രീ, ഫുഡ് ഫ്രീ, യൂണിഫോം ഫ്രീ, ബാക്കിയെല്ലാം ഫ്രീ ആണ്. കോഴ്സ് കംപ്ലീറ്റ് ചെയ്ത് പാസ്സായി കഴിഞ്ഞാൽ പ്ലേസ്മെൻറ്റും 100% പ്ലേസ്മെൻറ്റ് ഉറപ്പുവരുത്തുന്നു. അപ്പോൾ അങ്ങനെയുള്ള ജെൻസിയുടെ ആവശ്യങ്ങളെ കൂടി അഡ്രസ്സ് ചെയ്യുന്ന പദ്ധതികളാണ് നടപ്പിലാക്കിക്കൊണ്ടിരിക്കുന്നത്. ഞാൻ മനസ്സിലാക്കുന്ന മിനിസ്റ്റർ ഒത്തിരി യാത്ര ചെയ്യാൻ ഇഷ്ടപ്പെടുന്ന ഒരു വ്യക്തിയാണ്, അതോടൊപ്പം തന്നെ യാത്ര ചെയ്യുന്ന ഒരു വ്യക്തിയാണ്. അതുകൊണ്ട് ഞാൻ ചോദിക്കുന്ന ഒരു കാര്യമാണ്, മറ്റു രാജ്യങ്ങളൊക്കെ സന്ദർശിക്കുമ്പോഴൊക്കെ കേരളത്തിൽ നടപ്പിലാക്കണം. കാരണം നമ്മൾ പറയുന്നൊരു കാര്യമാണ് കേരളം നമ്പർ 1 എന്നുള്ളൊരു കാര്യം. അപ്പോൾ അതുകൊണ്ട് തന്നെ മറ്റു രാജ്യങ്ങളിൽ നിന്നും നമ്മൾ നടപ്പിലാക്കണമെന്ന് ആഗ്രഹിക്കുന്ന കുറച്ച് സ്വപ്നങ്ങളൊക്കെ ഉണ്ടാവില്ല. അതൊന്ന് ഞങ്ങളുമായിട്ട് ജെൻസികളോട് പങ്കുവയ്ക്കാമോ? അല്ല, നമ്മളിപ്പോൾ കളമശ്ശേരി തന്നെ നോക്കിയാൽ നേരത്തെ ടൂറിസമായിട്ട് യാതൊരു ബന്ധമില്ലാത്ത ഒന്നായിരുന്നു. ഇപ്പോൾ അത് കണക്ട് ചെയ്തു. ഇപ്പോൾ മറ്റ് രാജ്യങ്ങൾ നമ്മുടെ കേരളത്തിൽ നിന്ന് പഠിക്കുന്ന കാര്യങ്ങളുണ്ട്. അതിപ്പോൾ വാട്ടർ മെട്രോ പലയിടങ്ങളിലേക്കും കേരളത്തിന് ഇന്ത്യക്ക് പുറത്തേക്കും ഇപ്പോൾ കൊച്ചി മെട്രോയാണ് വാട്ടർ മെട്രോ ചെയ്യുന്നത്. നമ്മളിപ്പോൾ ഏലൂർ വാട്ടർ മെട്രോ ആയിട്ട് കണക്ട് ചെയ്തിട്ടുണ്ട്. മറ്റ് സ്ഥലങ്ങളിൽ നിന്ന് നമ്മൾ പഠിക്കേണ്ടതെന്ന് ശുചിത്വത്തിൻ്റെ കാര്യം തന്നെയാണ്, മാലിന്യ സംസ്കരണം. ഇപ്പോൾ നമ്മൾ കുറേ ശ്രമം നടത്തി. എൻ്റെ തന്നെ ഒരു ക്യാമ്പയിൻ ഉണ്ട്, ശുചിത്വത്തിനൊപ്പം കളമശ്ശേരി. ഒരു വലിയ തോതിൽ കുട്ടികൾക്ക് ഞാനൊരു ചിത്രകഥാ പുസ്തകം കൊടുക്കുന്നുണ്ട്.
കാരണം കുട്ടിയെ ആ ജൻസി ഒന്നാവണ ആ സമയത്ത് തന്നെ അറിയാമല്ലോ എങ്ങനെയാണ് മാലിന്യം കൈകാര്യം ചെയ്യുക. അപ്പോൾ 1 മുതൽ 4 വരെയുള്ള കുഞ്ഞുങ്ങൾക്ക് ചിത്രകഥാ പുസ്തകം കൊടുക്കും, പ്രഭാത ഭക്ഷണം സൗജന്യമായിട്ട് കൊടുക്കും, റിവേഴ്സ് ഓസ്മോസിസ് പ്ലാന്റ് വെച്ചിട്ട് കുടിവെള്ളം നല്ല രീതിയിൽ കൊടുക്കും. അതുകൊണ്ട് ഞാൻ ചോദിക്കുകയാണെ, ഏറ്റവും ഇഷ്ടപ്പെട്ട രാജ്യം സന്ദർശിച്ചതിൽ വെച്ച് ഏറ്റവും ഇഷ്ടപ്പെട്ട ഒരു രാജ്യം ഏതാണെന്ന് ചോദിച്ചാൽ അതിപ്പോൾ പ്രകൃതിയാണോ രാഷ്ട്രീയമാണോ പലതരത്തിലാണല്ലോ നമ്മൾ ഇഷ്ടങ്ങൾ ഉണ്ടാവുക. മിനിസ്റ്റർ, എനിക്കൊരു കാര്യമുണ്ട്. അതായത് ഇപ്പോൾ ഒരു മന്ത്രി ആവണമെങ്കിൽ എന്തായിരിക്കും നമ്മൾ ചെയ്യേണ്ടത്? ഇപ്പോൾ എനിക്കിപ്പോൾ ഒരു മന്ത്രി ആവണം, ഒരു ജെൻസി ക്വസ്റ്റ്യൻ ആയിരിക്കും കരുതിയത്. ഞാൻ മന്ത്രി ആവണമെങ്കിൽ എൻ്റെ അവനൊക്കെ ഈ പിള്ളേരൊക്കെ ഇവിടെ ക്യൂ നിൽക്കുവാണ്. അപ്പോൾ ഞാൻ ഒരു മന്ത്രി ആവണമെങ്കിൽ ഞാൻ എന്താ ചെയ്യേണ്ടത്? ജനങ്ങളുടെ അംഗീകാരം ഉണ്ടാവാനാണ് ഏറ്റവും പ്രധാനം. ജനങ്ങളുടെ അംഗീകാരമാണ് പ്രധാനം. ജനങ്ങൾ തിരഞ്ഞെടുക്കപ്പെട്ട് കഴിഞ്ഞാൽ അത് ആർക്കാണോ ഭൂരിപക്ഷം കിട്ടുക അവിടെ മന്ത്രി. നമ്മൾ എന്താ ചെയ്യുന്നത്? ഓരോ ഉത്തരവാദിത്വവും നിർവഹിക്കുമ്പോൾ 100% അങ്ങ് സമർപ്പിക്കുക, അതിനോട് നീതി പുലർത്തുക. അതാണ് എൻ്റെ ലൈൻ. അങ്ങനെയാണ്. ഇപ്പോൾ നമ്മളൊരു മന്ത്രിയാകുകയെന്ന് വെച്ചാൽ ഇപ്പോൾ എല്ലാ അർത്ഥത്തിലും ഇപ്പോൾ മിനിസ്റ്ററെ സംബന്ധിച്ച് സ്കൂൾ ജീവിതം മുതൽ കോളേജ് രാഷ്ട്രീയം അങ്ങനെ സജീവമായിട്ട് രാഷ്ട്രീയ പ്രവർത്തനത്തിലൂടെ മന്ത്രിയായ ഒരാളാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോൾ ആ കാലഘട്ടത്തിൽ കുറേ പോലീസുകാരുടെ തല്ലും വഴക്കും ഒക്കെ കിട്ടിയിട്ടുണ്ട്. അങ്ങനെയുള്ള ചിത്രങ്ങൾ ഞങ്ങൾ എടുത്തു വെച്ചിട്ടുണ്ട്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴേ കാണിച്ചു കൊടുത്താലോ? അയ്യോ, മിനിസ്റ്റർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ മറന്നുപോയി. മിനിസ്റ്റർക്ക് വേണ്ടിയിട്ട് ഞങ്ങൾ എടുത്തു വെച്ച ഒരു ചിത്രമാണ്. കുറച്ച് വർഷം പുറകിൽ ഇത് എന്റെ ഒരു ഓർമ്മയിൽ ചോദിക്കുകയാണെങ്കിൽ നമ്മുടെ ഈ കരുണാകരൻ മന്ത്രിയാണ് സമയത്ത് ഒരു കരിങ്കുടി കാണിച്ച ആ സമയത്തുള്ളതാണോ? അതാണോ? അപ്പോൾ ഈ ചിത്രത്തിനെ പറ്റി പറയുമ്പോൾ മിനിസ്റ്റർക്ക് എന്താണ് ഓർമ്മ വരുന്നത്? അത് ഇപ്പോഴും രാഷ്ട്രീയ ജീവിതത്തിന് എങ്ങനെയാണ് അത് രാഷ്ട്രീയ ജീവിതം? അത് അന്നൊന്നും വിദ്യാർത്ഥികൾ ഇങ്ങനെ എരമ്പിക്കാർക്കല്ലേ ഈ സമരങ്ങളിലെല്ലാം തന്നെ. ഇതൊന്നും ഞങ്ങൾ നേരെ കരിങ്കുടി മാത്രം കാണിച്ചു തരാണ് ആ മർദ്ദനം മുഴുവൻ. ഇന്നത്തെ കാലം പോലെയല്ല. അല്ല, അന്ന് പിന്നെ വിഷ്വൽ മീഡിയ ഒന്നും ഇല്ലാത്തതുകൊണ്ട് ഇതിനേക്കാൾ ഭീകരം പിന്നെ കൊണ്ടുപോയിട്ടാണ് ലോക്കോപ്പിലിട്ടുള്ള മർദ്ദനമാണ്. അവനേക്കാൾ ഭീകരം. ഇത് നമ്മൾ ചിത്രങ്ങൾ കാണുന്നതല്ലേ. ഇപ്പോൾ എന്ന് വെച്ചാൽ മന്ത്രിയാകുക, ഞാൻ പറഞ്ഞല്ലേ, ഏത് ചുമതലയാണ് നമ്മൾ ഓരോരുത്തരും വഹിക്കുന്നത് അതിലേക്ക് നമ്മുടേതായ മാർക്ക് ഉണ്ടാക്കാൻ ശ്രമിക്കുക. ഇപ്പോൾ ഞാൻ പാർലമെൻറ്റിൽ പോയപ്പോൾ ഒരു 6 വർഷം എങ്ങനെ നമ്മുടെ മാർക്ക് ഉണ്ടാക്കാം, അല്ലെങ്കിൽ ഞാൻ പത്രാധിപരായിരുന്നു, അപ്പോൾ എങ്ങനെയായാലും നമുക്കൊരു മാർക്ക് ഉണ്ടാക്കാം. നമ്മുടേതായ നയം നമ്മുടെ പാർട്ടി നയത്തിനനുസരിച്ച് നിന്നുകൊണ്ട് തന്നെ ഇപ്പോൾ വ്യവസായ വകുപ്പ് ഏൽപ്പിച്ചു. അപ്പോൾ എങ്ങനെ നമുക്ക് അതിലേറ്റവും ബെസ്റ്റ് ആകാൻ കഴിയും? അപ്പോൾ അങ്ങനെ നമ്മൾ ഡെഡിക്കേറ്റ് ചെയ്ത് വർക്ക് ചെയ്ത് കഴിഞ്ഞാൽ നമുക്ക് നല്ല മാറ്റം ഉണ്ടാകും. പറയുന്ന ഒരു കാര്യമുണ്ട്, പൊളിറ്റിക്സ് എന്ന് പറയുന്നത് ഒരു സ്ലോ നെറ്റ്വർക്ക് പോലെയാണ്. കാരണം എന്താണെന്ന് വെച്ചാൽ ഇപ്പോൾ ഒരു ഫയല് നമ്മൾ സബ്മിറ്റ് ചെയ്തു, പക്ഷേ ഒത്തിരി സമയം എടുത്തിട്ടാണ് അതൊരു സൈനൊക്കെ ചെയ്ത് വരാനായിട്ട്. അപ്പോൾ അത്തരത്തിലെ ഒരു പുതിയൊരു യൂത്തിനെ അതൊരു 5G നെറ്റ്വർക്കിലേക്ക്, അതായത് സ്പീഡ് പ്രോസസ്സാക്കി മാറ്റാനായിട്ട് ഒരു മിനിസ്റ്റർ എന്തൊക്കെ പ്ലാനുകളായിരിക്കാം ഉണ്ടായിരിക്കുക? നമ്മളിപ്പോൾ തന്നെ 5G കൊണ്ടുവന്നല്ലോ. അല്ല, 5G കൊണ്ടുവന്നല്ലോ നമ്മളിപ്പോൾ തന്നെ. സേവനാവകാശ നിയമം കൊണ്ടുവന്നു. അതിപ്പോൾ ഞാൻ നിയമമന്ത്രി എന്ന നിലയിൽ നിയമസഭയിൽ അവതരിപ്പിച്ച പ്രധാന നിയമമാണ്. നമ്മുടെ പകുതി സർവീസുകളും ഡീംഡ് ആക്കാണ്. അപ്പോൾ 5G അല്ല 6G ആവും ചിലപ്പോൾ. കാരണം നിങ്ങൾക്ക് കിട്ടണ ആ ദിവസത്തിന് കിട്ടിയില്ലെങ്കിൽ ഒരു 5 ദിവസം കൂടി കഴിഞ്ഞാൽ ഡീം ടു ബി അപ്രൂവ്ഡ് ആണ്. നേരെ സിസ്റ്റത്തിൽ കയറി ഡൗൺലോഡ് ചെയ്തെടുത്താൽ മതി. സിസ്റ്റം ജനറേറ്റഡ് ആയിട്ടുള്ള സർട്ടിഫിക്കറ്റുകൾ കിട്ടും. എനിക്കൊരു ചോദ്യം നമ്മുടെ ഈ സഭയെ പറ്റിയിട്ടാണ്. അതായത് നമ്മൾ ശ്രീനിധി ഓർമ്മയുണ്ടോ ഈ സഭയിലെ പോറ്റിപ്പാട്ടിന്റെ ആ സമയമൊക്കെ? അതായത് പ്രതിപക്ഷം ഒരു പോറ്റിപ്പാട്ട് പാടുന്നു, ഭരണപക്ഷം അതിന് മറുപാരഡി പാടുന്നു, അങ്ങനെയൊക്കെ ഒരു പോറ്റിപ്പാടിന്റെ സമയം ഉണ്ടായിരുന്നു. അപ്പോൾ ഈ ആ പോറ്റിപ്പാട്ട് സത്യത്തിൽ ആർക്കാണ് ഏറ്റവും കൂടുതൽ യോജിക്കുന്നത്? അത് ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ കൂടിയാണ് കേട്ടോ. അല്ല, ഇപ്പം തിരിച്ച് കൃത്യമായിട്ട് ബോധ്യപ്പെട്ടു ആരുടെ കയറ്റി എന്നുള്ളത്. പക്ഷേ അതിനകത്ത് നമ്മൾ കാണേണ്ടത് ആ സമയത്താണ് നിയമം. ഇപ്പോൾ പറഞ്ഞ സേവനാവകാശ നിയമം നിങ്ങൾ ആരും അറിഞ്ഞിട്ടില്ലല്ലോ. ഈ പാട്ടിൻ്റെ ബഹളം നിങ്ങളെല്ലാം അറിഞ്ഞല്ലോ. അതാണ് നമ്മുടെ ഒരു പ്രശ്നം എന്നുള്ളത്. ഏറ്റവും പ്രധാനപ്പെട്ട നിയമം ആ സമയത്താണ് പാസ്സാക്കിയത്. ഇതിനകത്ത് ഇവരെല്ലാം ഇറങ്ങിപ്പോയി. അതേപോലെ തന്നെ ഇപ്പോൾ ഏക കിടപ്പാടം നഷ്ടപ്പെടുന്നു, ലോണൊക്കെ എടുത്തിട്ട് തിരിച്ചടയ്ക്കാൻ പറ്റാതെ വരുന്നു. അങ്ങനെ ഇപ്പോൾ തങ്ങളുടേതല്ലാത്ത കാരണം കൊണ്ട് അപ്പോൾ നമ്മൾ പുതിയ നിയമം കൊണ്ടുവന്നു, ഏക കിടപ്പാട സംരക്ഷണ നിയമം. പക്ഷെ ഇതൊന്നും ആളറിയില്ല. പക്ഷേ ഈ പാട്ടും ബഹളവും എല്ലാം അറിയും. അതാണ് നിയമനിർമ്മാണ സഭയുടെ പ്രധാന ഉത്തരവാദിത്വം, നിയമം നിർമ്മിക്കുക എന്നുള്ളതാണ്. അതാണ് പ്രധാനം. ഒരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പോൾ നമ്മൾ പലതവണ കണ്ടിട്ട് ഇപ്പോൾ സഭാ സമ്മേളനം ചേരുന്നുണ്ട്, അപ്പോൾ തന്നെ ഒന്ന് പറഞ്ഞ് രണ്ടാമത്തിന് പ്രതിപക്ഷം ഇറങ്ങിപ്പോകും. അപ്പോൾ സ്വാഭാവികമായിട്ടും മനസ്സിൽ തോന്നുന്നു എന്ത് ഇവരിപ്പോൾ കാണിക്കുന്നത്. അവരുടെ പ്രശ്നം അവരവിടെ ഇരുന്നാൽ ചോദിക്കുന്നതിനെല്ലാം ഞങ്ങൾ മറുപടി പറയും. ഈ നിയമസഭയുടെ പ്രത്യേകത എന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ അടിയന്തര പ്രമേയം നോട്ടീസ് നൽകിയാൽ ഏറ്റവും കൂടുതൽ ചർച്ച ചെയ്തിട്ടുള്ള ഈ നിയമസഭയിലാണ്. കേരളത്തിൻ്റെ ചരിത്രത്തിൽ, ഇന്ത്യയിലെ ചരിത്രത്തിൽ ഏറ്റവും എന്നുവെച്ചാൽ ചർച്ചയ്ക്ക് ഞങ്ങൾ റെഡിയാണ്. ഓക്കെ, ഞങ്ങൾ യൂത്തിൻ്റെ ഇടയിൽ ചർച്ച ചെയ്യപ്പെടുന്ന ഒരു സംഭവമുണ്ട്. അതായത് യൂത്തിനെ ഇപ്പോൾ മൈഗ്രേഷൻ എന്ന് പറയുന്ന സംഭവം കൂടി വരികയാണ്. അപ്പോൾ ഒരു മിനിസ്റ്റർ എന്ന നിലയിൽ ഞാൻ ചോദിക്കുമ്പോൾ ഒത്തിരി രാജ്യങ്ങൾ സന്ദർശിച്ചിട്ടുള്ള ഒരു വ്യക്തിയാണ്. അപ്പോൾ അതുകൊണ്ട് തന്നെ ഈ മൈഗ്രേഷൻ കൺട്രോൾ ചെയ്യാനായിട്ട് ഒത്തിരി മെഷേഴ്സൊക്കെ പറയുന്നുണ്ട്. പക്ഷെ അത് എത്രമാത്രം യാഥാർത്ഥ്യമാകുന്നുണ്ടെന്നുള്ളൊരു കാര്യമുണ്ടല്ലോ.
മൈഗ്രേഷൻ ഇപ്പം നമ്മുടെ അവിടെ എല്ലായിടത്തും ഉണ്ട്. ആളുകളുടെ ധാരണ കേരളത്തിൽ മാത്രമാണെന്നില്ല. കേരളം മൊബിലിറ്റിയിൽ കേരളം ആദ്യത്തെ ഇപ്പോൾ ഇന്ത്യൻ മൊബിലിറ്റി റിപ്പോർട്ടുണ്ട്. ഓരോ സ്റ്റേറ്റിൽ നിന്നും പോകുന്നതിൻ്റെ ശതമാനം നോക്കിക്കഴിഞ്ഞാൽ കേരളം ആദ്യത്തെ 5-6 റാങ്കിലില്ല. ആന്ധ്രയും അതുപോലെ തന്നെ തെലങ്കാനയും ഡൽഹിയും ഒക്കെ ഹരിയാനയൊക്കെ തന്നെയാണ് ഏറ്റവും കൂടുതൽ വരുന്നത്. എന്നാൽ കേരളത്തിൽ നിന്നും പോകുന്നുണ്ട്, എല്ലായിടത്തും പോകും. പക്ഷെ പണ്ട് പോണ പോലെയല്ല. പക്ഷെ ഇപ്പോൾ നമ്മൾ കാണേണ്ടത്, നിങ്ങൾ ലിങ്ക്ഡിനിലുണ്ടോ? ആ ലിങ്ക്ഡിൻ്റെ റിപ്പോർട്ട് പ്രകാരം ജനുവരി മുതൽ ജൂലൈ വരെ ലിങ്ക്ഡിൻ മെമ്പേഴ്സ് പ്രൊഫൈൽ അപ്ഡേറ്റ് ചെയ്തത് അനലൈസ് ചെയ്തിട്ട് അവർ പറയുന്നത് 40,000 മലയാളി പ്രൊഫഷണൽസ് ലോകത്തിൻ്റെ പല ഭാഗങ്ങളിൽ നിന്ന് 7 മാസം കൊണ്ട് റിവേഴ്സ് ഓർ റിട്ടേൺ മൈഗ്രേഷൻ തിരിച്ചു വന്നിരിക്കുന്നു. എന്നുവെച്ചാൽ അവർ കാലിഫോർണിയയിൽ നിന്ന് ഒരാൾ കൊച്ചിയിലാണ് IBMലേക്ക് വരികയാണെങ്കിൽ ഫ്ലൈറ്റിൽ കയറുമ്പോൾ തന്നെ ലിങ്ക്ഡിൻ എടുത്ത് ഓപ്പൺ ചെയ്തിട്ട് അപ്ഡേറ്റ് ചെയ്യും. കാലിഫോർണിയ മാറ്റിയിട്ട് കൊച്ചിയാക്കും. അത് മാത്രം നോക്കിയിട്ട് 40,000 വന്നിരിക്കുന്നു. അപ്പോൾ വെച്ചാൽ ഒരു പോസിറ്റീവ് സൈനാണ്. ഓക്കെ, മിനിസ്റ്റർ ഒരു പൊളിറ്റിക്കൽ ക്വസ്റ്റ്യൻ ചോദിച്ചോട്ടെ. അതായത് പാർട്ടിയിൽ മുമ്പ് ഒന്നും കാണാത്ത രീതിയിലുള്ള ഒരു വിമത നീക്കമാണ് നടന്നുകൊണ്ടിരിക്കുന്നത്. ഇപ്പോൾ സുധാകരന്റെ കാര്യം തന്നെ നമുക്കറിയാം. തലമുതിർന്ന ഒരു നേതാവ്, അതായത് 2 സുധാകരന്മാരാണ് ഇപ്പോൾ രാഷ്ട്രീയം നയിച്ചുകൊണ്ടിരിക്കുന്നതെന്ന് പറയാം. അതായത് ഞാൻ പറഞ്ഞു എത്രയേ ഉള്ളൂ. അതായത് ഒരു തലമുതിർന്നൊരു നേതാവാണ്, പാർട്ടി ക്ലാസ്സുകൾ വരെ എടുത്തുകൊണ്ടിരുന്ന ഒരു നേതാവാണ്. അത്തരത്തിലുള്ള ഒരു നേതാവ് ഇങ്ങനെ ഒരു വിമതനായിട്ട് മാറുക എന്ന് പറയുമ്പോൾ അത് നിങ്ങളെ സംബന്ധിച്ച് എന്താണ് അതിനകത്ത് പറയാനുള്ളത്? അതുപോലെ തന്നെ തളിപ്പറമ്പിലെ കാര്യമാണെന്നുണ്ടെങ്കിലും അതെ, അത്തരം കാര്യങ്ങളെല്ലാം തന്നെ ഗൗരവമുള്ളത് തന്നെ. അവർ ഓരോരുത്തരും എന്താണ് എന്നുള്ളത് ഈ സമയത്ത് തെളിയിക്കപ്പെട്ട് കഴിഞ്ഞു. ഇതുവരെ നമ്മൾ കണ്ടുകൊണ്ടിരുന്ന ആളുകളെല്ലാം അവരെന്നുള്ളത് വ്യക്തമാക്കാൻ ഈ സന്ദർഭം തയ്യാറായി. ജനങ്ങൾ അതൊക്കെ തിരിച്ചറിയും. നമ്മൾ ഒരിക്കലും കാണാത്തതാണ്. ഞാൻ മനസ്സിലാക്കിയിട്ടുള്ള ഇടതുപക്ഷത്തിന്റെ ഭാഗത്ത് നിന്ന് ഒരിക്കലും പ്രതീക്ഷിക്കാത്ത ഒരു നീക്കമാണിത്. അത്രത്തോളം വിമതശല്യം രൂക്ഷമാകുക എന്ന് പറയുന്നത് അത് പാർട്ടിയെ സംബന്ധിച്ച് അടിത്തറ ഇളകുന്ന രീതിക്കുള്ള ഒരു സാഹചര്യം അടിത്തറയില്ല, ചെറിയ ചെറിയ ഭാഗങ്ങളില്ലേ. അടിത്തറ എന്ന് പറഞ്ഞാൽ കുറച്ച് ഉറപ്പുള്ളതാണല്ലേ. ഇത് 1-2 വ്യക്തികൾ എന്ന് പറഞ്ഞാൽ അത് ഇപ്പം നമ്മളൊരു പുതിയ രീതി എടുത്തു. 75 നിങ്ങൾ ജൻസിയൊക്കെ വരുന്ന പോലെ തന്നെ പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കണ്ടേ. അപ്പോൾ ഒരു പ്രായം കഴിഞ്ഞ ആളുകൾ 75 കഴിഞ്ഞാൽ സാധാരണഗതിയിൽ അവരെ ഇത്തരം ചുമതല പുതിയ ആളുകൾക്ക് അവസരം കൊടുക്കും. അപ്പോൾ മനസ്സിലായ ഒരു സംശയമാണ്. അപ്പോൾ അങ്ങനെ നോക്കുമ്പോഴത്തേനെ ഒരു പ്രത്യയ ശാസ്ത്രത്തിൽ നിന്ന് അങ്ങോട്ട് മാറിപ്പോവും, അല്ലെങ്കിൽ സീറ്റ് കിട്ടില്ല എന്നോർത്ത് അത്രയും കാലം നമ്മൾ കൊണ്ടുവന്ന ഒരു പ്രത്യയ ശാസ്ത്രത്തിൽ നിന്ന് മാറിപ്പോവെന്ന് പറയുമ്പോൾ പ്രത്യേകിച്ച് പുതിയ തലമുറയ്ക്ക് അവർക്കൊരു എന്താ പറയുക, ഒരു വിശ്വാസം നഷ്ടപ്പെടില്ലേ? വ്യക്തികളിലുള്ള വിശ്വാസം നഷ്ടപ്പെടും. മന്ത്രിയാവുക അല്ലെങ്കിൽ ഏറ്റവും ഫേമസ് ആയിട്ടുള്ള ഒരു ആളാവുക എന്നത് മാത്രമാണോ രാഷ്ട്രീയം? അല്ല, അത് ശരിയായ ചോദ്യം അതല്ലല്ലോ. ജീവിതത്തിൽ നമ്മൾ രാഷ്ട്രീയ പ്രവർത്തനത്തിൽ ഏൽപ്പിക്കപ്പെടുന്ന ഓരോ ഉത്തരവാദിത്തങ്ങൾ മാത്രമാണല്ലോ അത്. എന്നാൽ ചിലർ അത് മാത്രമായി ഇത് കയറിക്കഴിഞ്ഞ് നമ്മൾ വണ്ടി കയറുമ്പോൾ ഓർക്കണം ഇത് ഇറങ്ങാനുള്ള വണ്ടിയാണ് എപ്പോഴും. ഇത് എപ്പോഴും നമ്മുടെ കയ്യിലിരിക്കുന്നത് കരുതാനേ പാടില്ല. ഞങ്ങൾക്ക് പാർലമെൻറ്റിൽ പോയി അറിയാം 6 വർഷം എന്ന് പറഞ്ഞാൽ ഒറ്റ ടേമേ കിട്ടുള്ളൂ. അന്നത്തെ കാലത്ത് പാർട്ടി നയം അതാണ്. രാജ്യസഭയിലാണ് ഒരു ടേമുള്ളൂ. അപ്പോൾ ആ ഒരു ടേം എങ്ങനെ ബെസ്റ്റാകാം അത്ര നമ്മൾ അതിന് അടുത്തേക്ക് പോകുക, ഏതാണ് ചുമതല നിർവഹിക്കുക, അത്രയാണ്. അപ്പോൾ ഇങ്ങനെയുള്ള ചില ആളുകൾ ഇത്രയാണെന്ന് എല്ലാവർക്കും മനസ്സിലാകാൻ അവസരം കിട്ടി. വേറൊരു ചോദ്യം കൂടെ ചോദിച്ചോട്ടെ. അതായത് ഇപ്പോൾ നമ്മൾ കഴിഞ്ഞ തവണയൊക്കെ കൊണ്ട് വയനാട് ടൗൺഷിപ്പുമായിട്ട് ബന്ധപ്പെട്ട് മമ്മൂട്ടി ഉൾപ്പെട്ട ഒരു വിവാദമൊക്കെ ഉണ്ടായിരുന്നു. അതിൽ മിനിസ്റ്റർ തന്നെ ഒരു പോസ്റ്റ് ഇട്ടുണ്ടായിരുന്നു. ശരിക്കും ആ ഒരു വിവാദം അതൊരു ഉണ്ടാക്കിയ വിവാദമാണ്, ഒരു അനാവശ്യ വിവാദമായിരുന്നു. കാരണം ഇത് ഈ പാർട്ടി സെക്രട്ടറിയുടെ പ്രത്യേകത വെച്ചിട്ടുണ്ടെങ്കിൽ അയാൾ എപ്പോഴും അവിടെ ഉള്ള ആളാണ്. ഞാൻ ചെല്ലുമ്പോഴുണ്ടോ, മമ്മൂട്ടി ആര് ചെല്ലുമ്പോഴുണ്ടോ, ആരും ഇല്ലാത്തപ്പോഴും അവിടെ ഉണ്ടോ, ഈ പണി നടക്കുന്നുണ്ടോ, കാര്യങ്ങൾ നോക്കുന്നതാണ്. അപ്പോൾ അതിൽ നിന്ന് കിട്ടിയ ഒന്നിനെ ആളുകൾ അങ്ങ് ഉപയോഗിച്ച് തുടങ്ങി എന്നേ ഉള്ളൂ. അല്ല, ഞാനത് അപ്പം തന്നെ പറഞ്ഞിരുന്നല്ലോ. അത് അതിന് മുന്നേ മുഖ്യമന്ത്രിയും അത് വ്യക്തമാക്കിയല്ലോ. ഒരു കാര്യം കൂടി ചോദിക്കാം. ഇപ്പോൾ നമ്മൾ കേരള രാഷ്ട്രീയ തെരഞ്ഞെടുപ്പ് തുറന്ന ഒരു വിവാദങ്ങളുടെ കാലമാവുന്ന ഒരു സാഹചര്യം നമ്മളിപ്പോൾ കാണുന്നത്. ഇപ്പോൾ ഇന്നത്തെ കാലഘട്ടത്തിൽ നോക്കുമ്പോൾ ഇപ്പോൾ നമുക്ക് കോൺഗ്രസിന്റെ ഒരു സ്ഥാനാർത്ഥി പട്ടിക പ്രഖ്യാപനം അത് വലിയ രീതിയിൽ ഒരുപക്ഷെ പറഞ്ഞ ഒരു ദേശീയ പാർട്ടിക്ക് നാണക്കേട് ഉണ്ടാക്കുന്ന തരത്തിലാണ് അത് മാറി. അതെ, അവരെ സംബന്ധിച്ചൊരു നാണക്കേണ്ട അഭിമാനമായിട്ടായിരിക്കും അവർ കഴിയും. നമ്മൾ കാണേണ്ട കാര്യം എന്താണെന്ന് വെച്ചാൽ ഇതുവരെ നിശ്ചലമായി നിന്നിരുന്നൊരു പാർട്ടിയാണ് കോൺഗ്രസ്. 10 കൊല്ലമായിട്ടാണ്. ഈ പഞ്ചായത്ത് തെരഞ്ഞെടുപ്പിൽ ഇവർക്ക് കുറച്ച് അവർ പ്രതീക്ഷിക്കാത്തതിനൊക്കെ കുറച്ച് മെച്ചമുണ്ടായി. ഈ മെച്ചമുണ്ടായപ്പോൾ ഇനി അടുത്ത ഭരണം കിട്ടുമെന്ന് എങ്ങനെയോ തോന്നി. കിട്ടുമെന്ന് തോന്നിയപ്പോഴെ തന്നെ ഇത്രയും കടുപടിയാണെങ്കിൽ എങ്ങാനും കിട്ടിക്കഴിഞ്ഞാൽ എന്താകുമെന്ന് ഓർത്തു നോക്കി ഈ നാടിന്റെ സ്ഥിതി. ജൻസിയിലേക്ക് തന്നെ ഞാൻ വീണ്ടും ഒരു ചോദ്യം ചോദിക്കുകയാണ്. കാരണം ഞങ്ങളെല്ലാവരും ജൻസി ആയതുകൊണ്ടും ജൻസിയുടെ ബോധ്യപ്പെടുത്തുന്നതാണോ? ആർക്കും സംശയമല്ല ഇവിടെ. സോ അതായത് വേറെ ഒന്നല്ല, ഇപ്പൊ ആദ്യമായിട്ട് വോട്ട് ചെയ്യാൻ പോകുന്ന ആൾക്കാരുണ്ടാവല്ലോ. അപ്പോൾ അവര് ഇൻസ്റ്റാഗ്രാമിലൊക്കെ ഫെയിം ഒക്കെ നോക്കിയിട്ടുള്ള ഇപ്പൊ കുറെ യൂത്ത് ആയിട്ടുള്ള ആൾക്കാരൊക്കെ പട്ടികയിലുണ്ട്. അപ്പൊ അവരെ നോക്കിയിട്ടാണോ അപ്പൊ അത്തരത്തിലുള്ള ആൾക്കാരെ നോക്കിയിട്ടാണ് വോട്ട് ചെയ്യുക, അല്ലെങ്കിൽ ഐഡിയോളജി ബേസ്ഡ് ആയിട്ടാണോ വോട്ട് ചെയ്യാൻ? ഓരോരുത്തരും ഓരോ പല ഘടകങ്ങളുണ്ടോ. ഇൻസ്റ്റാഗ്രാമിൽ എത്ര ലൈക്ക് ഉണ്ടോ നോക്കിയൊന്നും കുട്ടികൾ ജനസിയും വോട്ട് ചെയ്യില്ല. അവർ നോക്കും അവരുടെ മണ്ഡലം പൊതുകാര്യങ്ങളെല്ലാം നോക്കിയിട്ടായിരിക്കും അവർ വോട്ട് ചെയ്യുക. അപ്പോൾ അങ്ങനെ തന്നെയാണ് നല്ല രീതിയിൽ ആളുകളെ തിരഞ്ഞെടുത്ത് ഇപ്പോൾ കേരളത്തിൽ തുടർച്ചയുണ്ടായില്ലേ. നമ്മൾ കാണേണ്ടത് നിങ്ങൾ ജൻസി, പുതിയ തലമുറ, പുതിയ അവസരങ്ങൾ ഉണ്ടാകണം. ഇത്രയും
മാറ്റം എങ്ങനെ കേരളത്തിൽ വന്നു, കേരളത്തിൽ ഇൻഫ്രാസ്ട്രക്ചർ എങ്ങനെ മാറി, അതോ ഈ ഇൻഡസ്ട്രി എങ്ങനെ മാറി. നമ്മൾ 28ാം റാങ്കിലായിരുന്നു വ്യവസായ സൗഹൃദത്തിൽ, തുടർച്ചയായി 2 തവണയും 1ാം റാങ്കിലേക്ക് എത്തി. ഏറ്റവും പ്രധാനപ്പെട്ട IT കമ്പനികളെല്ലാം കേരളത്തിലേക്ക് വന്നു, ഇലക്ട്രോണിക്സ് കമ്പനികൾ വരുന്നു, ലോജിസ്റ്റിക്സ് കമ്പനികൾ വരുന്നു, പുതിയ തൊഴിലവസരം വരുന്നു. അപ്പോൾ ഇൻഡസ്ട്രി അക്കാഡമിയെ കണക്ട് ശക്തിപ്പെടുന്നു, ഫുൾ ടൈം ഇൻറ്റേൺഷിപ്പ് വരുന്നു, ക്യാമ്പസ് ഇൻഡസ്ട്രിയൽ പാർക്ക് വരുന്നു. അപ്പോൾ അങ്ങനെ വരുമ്പോൾ പുതിയ തലമുറയ്ക്ക് ഇവിടെ തന്നെ ജീവിക്കാൻ പറ്റും അന്തരീക്ഷം ഇവിടെ രൂപപ്പെടുന്നു. അപ്പോൾ അതാണ് നോക്കേണ്ട ഭാഗം. ബാക്കി വിവാദങ്ങളൊക്കെ മാധ്യമങ്ങൾ ആളുകൾ ഇങ്ങനെ കണ്ടു രസിക്കുമെന്ന് മാത്രമേ ഉള്ളൂ. അതായത് ഇപ്പോൾ ഈ സ്ഥാനാർത്ഥി പട്ടിക, കോൺഗ്രസിന്റെ സ്ഥാനാർത്ഥി പട്ടിക അവിടെ നിന്ന് തന്നെ തുടങ്ങാം. ലേറ്റ് ആയിട്ടുണ്ട്. അപ്പോൾ ഈ ഒറ്റ വാക്കിൽ ഈ പ്രതിപക്ഷ നേതാവ് VD സതീശനാണെങ്കിൽ ഇപ്പോൾ നല്ല സ്ട്രെസ് ആണെന്ന് തോന്നുന്നല്ലേ? അപ്പോൾ ഒറ്റ വാക്കിൽ പുള്ളിയെ പറ്റി എന്താ പറയാനുള്ളത്? അല്ല, അതിപ്പോൾ നമ്മൾ നേരത്തെ തന്നെ പറഞ്ഞിട്ടുണ്ടല്ലോ, ഒറ്റതി പോയില്ലേ, ബലൂൺ അങ്ങ് പൊട്ടിപ്പോയല്ലോ. അതുകൊണ്ട് ഇനി അധികം അതിനെക്കുറിച്ച് പറയേണ്ടതില്ലല്ലോ, സഭയിൽ തന്നെ നമ്മൾ പറഞ്ഞല്ലോ. പ്രതിപക്ഷ നേതാവ് കുറെ പറഞ്ഞ ചില വാക്കുകളുണ്ട്, വിസ്മയം, പല വിസ്മയങ്ങളും നടക്കുമൊക്കെ പറയുമ്പോൾ അദ്ദേഹം പറയുമ്പോൾ തന്നെ ഇപ്പോൾ ആളുകൾ നേരെ തിരിച്ചായിരുന്നു. അതിപ്പോൾ ഈ അനുഭവത്തിന്റെ വെളിച്ചത്തിൽ അങ്ങനെയാണ് എല്ലാവരും കരുതുന്നത്. നമുക്കറിയാം ഡിവൈഎഫ്ഐയുടെ പല രീതിയിലുള്ള നമ്മൾ ക്യാമ്പയിനുകൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ രാഹുൽ മാങ്കൂട്ടത്തിനെ അറസ്റ്റ് ചെയ്ത സമയത്ത് ഡിവൈഎഫ്ഐയുടെ പൊതിച്ചോറ് നൽകുമ്പോഴും രാഹുൽ മാങ്കൂട്ടത്തിലെ ചിത്രം ഉൾപ്പെടെയുള്ള അന്നത്തെ പത്രം ഉൾപ്പെടെയായിരുന്നു. അങ്ങനെ പല രീതിയിലുള്ള പ്രതിഷേധ രീതികൾ നമ്മൾ കണ്ടിട്ടുണ്ട്. ഇപ്പോൾ പ്രതിപക്ഷ നേതാവിനെ പറ്റി പറയുമ്പോൾ നുണേഷന്റെ കഥകൾ എന്നൊക്കെ പറഞ്ഞിട്ട് ഫേസ്ബുക്ക് പേജുകൾ വരുന്നു, പിന്നെ അത് റിപ്പോർട്ട് അടിച്ച് മാസ് റിപ്പോർട്ടിംഗ് അടിച്ച് പൂട്ടിപ്പിക്കുന്നു. നല്ല ലൈക്ക് കിട്ടുന്നു അല്ലേ? ചില പത്രങ്ങൾ അടിക്കാൻ നോക്കിയിട്ട് ഫുൾ അടിച്ചിട്ട് തീരുന്നില്ല, ഫുൾ പേജ് ഉപയോഗിച്ചിട്ടും. അപ്പൊ അങ്ങനെയുള്ള ഒരു രീതിയോട് മിനിസ്റ്റർക്ക് എന്താണ് പറയാനുള്ളത്? ഡിവൈഎഫ്ഐയുടെ ഈ ഒരു അതിലെന്ന് വെച്ചിട്ടുണ്ടെങ്കിൽ നമ്മൾ പറയുന്ന കാര്യങ്ങൾ വസ്തുതാപരമായിരിക്കണം. നിയമസഭയ്ക്കകത്ത് തന്നെ ഞങ്ങൾ പല ഘട്ടങ്ങളും പറഞ്ഞിട്ടുണ്ട്, ഇത് ശരിയല്ല പറയുന്നത്. പക്ഷെ അത് തുറന്നു കാണിച്ച് നമ്മൾ ഡീകൺസ്ട്രക്ട് ചെയ്താലും പുറത്തു വിട്ട് അത് തന്നെ വീണ്ടും പറയും, തുടർച്ചയായിട്ട് ആവർത്തിച്ചുകൊണ്ടിരിക്കും. അതൊരു തെറ്റായ രീതിയാണല്ലോ. ഞാൻ പണ്ട് കേട്ടിട്ടുണ്ട്, ഈ നയാഗ്ര വാട്ടർഫോൾസിന്റെ അടുത്തുനിന്ന് ആരോ സഖാവെ എന്ന് വിളിച്ചൊരു കഥയൊക്കെ കേട്ടിട്ടുണ്ട്. അപ്പൊ ഇപ്പോഴും ആ ഒരു പണ്ടത്തെ കോളേജ് കാലത്തുള്ള ആ ഒരു ലോകത്ത് എവിടെ പോയാലും പഴയ SFI ആളുകൾ ഉണ്ടായിരിക്കില്ല. ഏത് ഭാഗത്ത് ഇപ്പോൾ ആഫ്രിക്കയിൽ പോയി അപ്പോൾ പഴയ SFIക്കാരെ കേട്ടു, ഉഗാണ്ട പോയപ്പോൾ അവിടെ ഉണ്ട് പഴയ കാലത്ത് വിദ്യാർത്ഥി. അപ്പോൾ ലോകത്തെല്ലായിടത്തും മലയാളി ഉണ്ട്. അതുപോലെ തന്നെ സ്വാഭാവികമായിട്ടും അന്നത്തെ സൗഹൃദങ്ങൾ, ആ കാലത്തെ സൗഹൃദമാണല്ലോ ഏറ്റവും ആഴത്തിലുള്ള സൗഹൃദം എന്നുള്ളത്. അപ്പോൾ അതിപ്പോഴും തെരഞ്ഞെടുപ്പ് വരുമ്പോൾ എല്ലാവരും ലീവ് എടുത്ത് വരും പലയിടങ്ങളിൽ നിന്നും ഇതൊക്കെ പ്രവർത്തിക്കാൻ വേണ്ടി. അതായത് മിനിസ്റ്റർ, ഞാൻ മനസ്സിലാക്കുന്ന ഒരു കാര്യം, ലോ പഠിച്ചിട്ടുണ്ട്, അതുപോലെ തന്നെ കെമിക്കൽ എഞ്ചിനീയറിംഗ് പഠിച്ചിട്ടുണ്ട്, രാഷ്ട്രീയ ജീവിതത്തിലേക്ക് വന്നു. അതല്ലല്ലോ ചോദ്യം. ഒരു തൃശ്ശൂരിന്റെ പൊലിമേട് നാട്ടിൽ നിന്ന് വന്നിട്ട് ഇപ്പോൾ ഇവിടെ നിന്ന് എത്തി നിൽക്കുമ്പോൾ തൃശ്ശൂർക്കാരി എന്നൊരു നിലയിലുള്ള എൻ്റെ ഒരു ചോദ്യമാണ്, തൃശ്ശൂർ പൂരൊക്കെ കൂടിയിട്ടുണ്ടോ? കൂടിയിട്ടുണ്ട്. അതിനുപരി ആ പൂരനഗരിയിലെ ആൽമര ചൂട്ടിലിരുന്നിട്ട് രാഷ്ട്രീയം പങ്കുവച്ചിട്ടുണ്ടോ? അല്ല, അവിടെ എലഞ്ഞിത്ര മേളായിരിക്കും പിന്നെ തൃശ്ശൂരിൽ നിന്ന് അപ്പുറം നേരെ തൃശ്ശൂരാ, ഇത് കിടക്കുന്നതിന് അപ്പുറത്ത് തൃശ്ശൂരാണ് കിടക്കുന്നത്. ഇത് ചേർന്ന് കിടക്കുന്നത്. എൻ്റെ സ്ഥലം എന്ന് പറഞ്ഞാൽ തൃശ്ശൂരും എറണാകുളം തമ്മിലുള്ള അറ്റത്ത് കിടക്കുന്ന പഞ്ചായത്താണ്. അപ്പോൾ ആ ബന്ധമുണ്ട്. ആദ്യകാല പഠനം അവിടെ ആയിരുന്നു, പിന്നെ തിരിച്ച് എറണാകുളത്തേക്ക് പോകുന്നു. അപ്പോൾ എന്തായാലും ജൻസിയെ ഇത്രയും കാണാൻ കഴിഞ്ഞൊരു സന്തോഷം. ഓക്കെ, അപ്പോൾ എല്ലാവിധ വിജയാശംസകളും. താങ്ക് യു. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.